ഹലോ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിയോഗരയാണ് കേട്ടോ. അപ്പോൾ മലയാളീസ് വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ പുളിയോഗര എന്നല്ലേ. നമുക്ക് അധികം സുപരിചിതമില്ലാത്തൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചത്, പുളി വെള്ളത്തിലിട്ട് വെച്ചത്, കടല, അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ മല്ലിപ്പൊടി വേണം, പിന്നെ കുറച്ച് സാമ്പാർ പൗഡർ വേണം, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 5-8 വെളുത്തുള്ളിയുടെ അല്ലി വേണം, പിന്നെ നമ്മുടെ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായപ്പൊടി കുറച്ച് വേണം, പിന്നെ കുറച്ച് പരിപ്പ് വെള്ളത്തിൽ ഓൾറെഡി ഇട്ട് വെച്ചത്, പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയോഗരയുടെ പൗഡറാണ്. ഓക്കെ, സോ പുളിയോഗരയുടെ പൗഡർ നമുക്ക് കടയിലൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ബാംഗ്ലൂരൊക്കെ അത് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാവട്ടെ. അപ്പോൾ പുളിയോഗര എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറയാം. അത് പുളിയോഗര പേര് കേട്ടാൽ തന്നെ അറിയാലോ. പുളിയോഗര എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ബസുമതി അങ്ങനത്തെ റൈസ് ഉണ്ടല്ലോ, അത് എനിക്ക് ഏത് ഇഷ്ടമുള്ള ഒരു റൈസ് എടുക്കുക. അത് നമ്മൾ എത്ര റൈസാണോ, അപ്പോൾ 2 ഗ്ലാസ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ടു കേട്ടോ. അപ്പോൾ കടുക് പൊട്ടട്ടെ. അപ്പോൾ പുളിയോഗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ വളരെ സുപരിചിതമായിട്ട് കണ്ടുവരുന്നൊരു സാധനമാണ് പുളിയോഗര. ഈ പുളിയോഗര എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുളിയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടുള്ള ഒരു റൈസിൻ്റെ ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സൂപ്പറാണ്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഈസി ആയിട്ട്. നമ്മൾ ഈ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ അവർക്കൊക്കെ ഇഷ്ടമുള്ള ഐറ്റമായിട്ട് ഇത് മാറും. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം നമ്മൾ കടല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത് കഴിക്കുന്ന കടലയുണ്ടല്ലോ, അതുപോലത്തെ കടല നമ്മൾ കുറച്ച് ഇട്ടതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ കേട്ടോ. ആ കടല ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പരിപ്പ് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പരിപ്പ് ഇട്ടതിന് ശേഷം അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ. ഇത് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന പരിപ്പാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉഴുന്നും കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉഴുന്നും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉഴുന്ന്, പരിപ്പ്, കടല മറക്കരുത്. ഉഴുന്നും പരിപ്പ് വെള്ളത്തിലൊരു 15 മിനിറ്റ് വരെ ഇട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഒരു 5-8 ചുള വെളുത്തുള്ളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. കാരണം വെളുത്തുള്ളി ചിലർക്ക് കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ വെളുത്തുള്ളി ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇടുക. 5-8 ചുള വെളുത്തുള്ളി ഇടുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് അതിൻ്റെ അകത്ത് കിടന്നിട്ട് മൂക്കട്ടെ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റമായിട്ടുള്ള എന്താണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു 2 സ്പൂൺ സാമ്പാർ പൊടി മതി ഇതിന്. അപ്പോൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് സാമ്പാർ പൊടി അതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ഐറ്റത്തിൻ്റെ കൂടെ വേറെ കറി വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചത്. കാരണം മഞ്ഞൾപ്പൊടി നമുക്കൊരു തരി മതിയല്ലോ, അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് കുറയ്ക്കാം കേട്ടോ. എരിവനുസരിച്ച് കുറയ്ക്കാവുന്നേ ഉള്ളൂ. അത് മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ നമുക്ക് ചട്നി വേണമെങ്കിൽ ചട്നിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാർ വേണമെങ്കിൽ അച്ചാറോ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കറി താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാമെന്ന് മാത്രം. അല്ലെങ്കിൽ കറി വേണമെന്നില്ല, ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മളൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അത് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം തന്നെ അതിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ലൊരു കളറാണ്. മുളക് പൊടിയുടെ ഒക്കെ കളറായിട്ടേ നന്ന അടിപൊളി കളറായിട്ടുണ്ട്. സോ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ അകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് കായപ്പൊടി ചേർക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന കായത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 പിഞ്ച് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ മസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പുളിയാണ്. പുളിയോഗര എന്നാണല്ലോ പേര് തന്നെ. അപ്പോൾ പുളി നമ്മൾ ഒരു 15-20 മിനിറ്റ് വരെ, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ നനച്ച് വെച്ച വാളംപുളിയുടെ വെള്ളം, വാളംപുളി
പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റണം. ഇത് പിന്നെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയോഗരയുടെ പൗഡറാണ് കേട്ടോ. ഈ പുളിയോഗരയുടെ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് ബാംഗ്ലൂരും കർണാടകയിലൊക്കെ സുപരിചിതമായിട്ട് എല്ലായിടത്തും എല്ലാ കടകളിലും തന്നെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ മേടിക്കണം. അത് മേടിച്ചതിന് ശേഷം അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ പുളിയുടെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും പിടിച്ച് അതൊന്ന് വറ്റുന്ന പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു അടിപൊളി കളറായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് കുറുക്കിയെടുക്കും നമ്മൾ. ഓക്കെ, കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചാണ് ഉപ്പ് ചേർക്കുക. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഒരു 2 സ്പൂൺ ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്തിട്ട് ആ ഉപ്പൊന്ന് പിടിക്കുന്ന പോലെ മിക്സ് ചെയ്യുന്ന പോലെ ആക്കിയെടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി പറയാം. അതാണ് നമ്മുടെ വെല്ലമുണ്ടല്ലോ, വെല്ലം നമ്മൾ കുറച്ച് പൊടിച്ച് വെക്കുക. എന്നിട്ട് ആ വെല്ലത്തിൻ്റെ പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇടുക. അത് നമുക്കൊരു നല്ല ടേസ്റ്റ് നൽകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പുളി ഇട്ടിട്ടുണ്ട്, എരിവ് ഒരുവിധം നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ എരിവും പുളിയും ഒക്കെ കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു കുറച്ച് മധുരത്തിൻ്റെ ടേസ്റ്റും കൂടെ അതിനുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെല്ലം ഇട്ട് കൊടുത്തു, വെല്ലം പൊടിച്ചത് ഇട്ട് കൊടുത്തു. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാണ് കുക്ക് ചെയ്ത് വെച്ചിരുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 4 ഗ്ലാസ് വെള്ളത്തിൽ 2 ഗ്ലാസ് അരിയാണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ, അത് എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുളിയോഗര റെഡിയായി ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഷ് ചട്നിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ മലയാളീസിന് അധികം എനിക്ക് തോന്നുന്നില്ല അധികം ആരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ പുളിയോഗര പൗഡർ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലർക്കുണ്ടാവും തോന്നുന്നു അല്ലേ. സോ ഈ ഒരു ഐറ്റം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ റൈസിൻ്റെ പരുവമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവാത്ത രീതിയിൽ വേണം റൈസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലും കുറച്ചുകൂടി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റൈസിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ നിന്ന് കുറച്ചുകൂടെ വേവ് കുറഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.